പണ്ട് മക്കയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു ജിദ്ദ. ജിദ്ദയുടെ പൈതൃക നഗരി അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ നഗരി എന്നറിയപ്പെടുന്നത് ബലദാണ്. ബലദിനകത്തെ പല കാഴ്ചകൾ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത്തവണ പോകുന്നത് അവിടെ ഖലീഫ ഉമറിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയിലേക്കാണ്. പിന്നീട് അതിൻ്റെ പേര് മാറിയെങ്കിലും ഇന്നും ചരിത്രത്തിലേക്കുള്ള ഒരു കവാടമാണ് ഈ പള്ളി. ഇന്നും പഴമയോടെ നിൽക്കുന്ന ആ പള്ളിയുടെ വിശേഷങ്ങൾ ജിദ്ദയിൽ നിന്നും സാബിത് സലീം കാണിച്ചു തരും. സൗദിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പുരാതന പ്രദേശമാണ് ജിദ്ദയിലെ ബലദ്. പണ്ട് മക്കയിലുള്ളവർ കപ്പലിറങ്ങിയ തീരം, അതായത് മക്കയുടെ പ്രവേശന കവാടം, അതായിരുന്നു അക്കാലത്ത് ബലദ്. ഇവിടെയാണ് മസ്ജിദ് ഷാഫിഈ നിലകൊള്ളുന്നത്. ഉമർ ഖലീഫയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ പള്ളി എന്ന് കരുതുന്നു. പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് മസ്ജിദ് ഷാഫിഈ എന്ന പേര് ലഭിച്ചത്. യുനെസ്കോ പൈതൃക പ്രദേശമായ ബലദിന്റെ അകത്താണ് സ്ഥാനം. ഖലീഫ ഉമറിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാൻ ഖലീഫയുടെ കാലത്താണ് ജിദ്ദയിലേക്ക് കപ്പൽ വഴിയുള്ള യാത്രകളുടെ തുടക്കം. അന്ന് ഇക്കാണുന്ന ബലദ് ബീച്ചാണ്. അതിന്റെ തീരത്തായിരുന്നു പള്ളികളെല്ലാം. നേരത്തെ ബലദിൽ ഭൂമിക്കടിയിൽ നിന്നും പൂർണ്ണമായും കണ്ടെടുത്ത മസ്ജിദ് ഉസ്മാനിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ഷാഫിഈ മസ്ജിദ്. ഈ പള്ളി പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോൾ അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവിടെ ജിദ്ദ യുനെസ്കോ പൈതൃക പട്ടികയിൽ തിരഞ്ഞെടുക്കുകയും ജിദ്ദ ഒരു ഹിസ്റ്റോറിക്കൽ നഗരമാവുകയും ചെയ്തപ്പോൾ കണ്ടമാനം ആളുകൾ ഈ പള്ളി ഇപ്പോഴും സന്ദർശകരായിട്ട് വരുന്നുണ്ട്. കടലോരത്ത് കാണുന്ന കളിമണ്ണും കുഴിച്ചെടുത്ത കല്ലുകളും മരത്തടിയും ഉപയോഗിച്ചാണ് പള്ളിയുടെ അകവും പുറവും നിർമ്മിച്ചത്. ഇസ്ലാമിക നിർമ്മിതിയിലെ ഏറ്റവും അറിയപ്പെട്ട നിർമ്മാണ ശൈലിയാണ് ഫാത്തിമി. ആ ശൈലിയിലെ മനോഹാരിതയ്ക്ക് പിറകിൽ ഇന്ത്യക്കാരുടെ കയ്യൊപ്പുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് വാതിലുകളും മേൽക്കൂരയും. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായതായും ബലദുകാർ വിശ്വസിക്കുന്നു. ഇതിൽ ഇന്ത്യൻ നിർമ്മിത കലാവിദ്യ നിർമ്മിച്ചാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിച്ചത് എന്ന് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത കലയാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ജിദ്ദയിൽ സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ്. ചുറ്റുഭാഗം നടുക്ക് ഒരു നാലുകെട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിവിധ വായനകളാണ് മദ്ഹബുകൾ. അതിലെ പ്രധാന പണ്ഡിതനായിരുന്നു ഇമാം ഷാഫിഈ.
ഷാഫി മസ്ഹബിന്റെ ജിദ്ദയിലെ പ്രധാന പഠനകേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഷാഫി മദ്ഹബുകാരനായ മുഗഫർ രാജാവ് ഈ പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പേരിലാണ് ഈ മസ്ജിദ് ഇമാം ഷാഫിക്ക് ഇമാം ഷാഫി മസ്ജിദ് എന്ന് പേര് വരാനുണ്ടായ കാരണം. നമസ്കാര സമയങ്ങളിൽ മാത്രമാണ് തിരക്കേറുക. പക്ഷേ റമദാനിൽ അങ്ങനെയല്ല. മുഴു സമയവും ഇവിടെ സജീവമായിരിക്കും. സാധാരണ സമയങ്ങളിൽ അത്ര തിരക്കുണ്ടാകില്ല. ഖുർആൻ പഠന കേന്ദ്രമായും പള്ളി ഇന്ന് നിലനിൽക്കുന്നു. സൗദി അറേബ്യ പുനർനിർമ്മിക്കും മുമ്പേ കണ്ടെത്തിയ രേഖകളും ഇവിടുത്തെ ചുവരുകളിൽ കാണാം. ഏറ്റവും ഒടുവിൽ 500 വർഷം മുമ്പായിരുന്നു പള്ളിയിൽ പുനരുദ്ധാരണം. അതിനുശേഷം കാലങ്ങളോളം ഒരുപോലെ കിടന്നു. ഈ അടുത്ത കാലത്ത് വികസനം വന്നപ്പോഴും ബലദിനെ അതിന്റെ പൊലിമ ചോരാതെ നിലനിർത്തി. സൗദിയിലെത്തുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ചരിത്ര തീരം കൂടിയാണ് ബലദ്. അഞ്ഞൂറ് വർഷം മുമ്പ് പള്ളി പുതുക്കിപ്പണിയുമ്പോൾ പള്ളിക്ക് താഴെ നിന്നും പഴയ പള്ളിയുടെ മെഹ്റാബ് അഥവാ പീഠവും നിരവധി മുത്തുകളും ലഭിച്ചിരുന്നു. ചരിത്രത്തിലെ ഒരു മുത്തുപോലെ ബലദിന്റെ ചരിത്രമൊന്നാകെ ആവാഹിച്ചെടുത്ത പള്ളി കൂടിയാണ് ഇത്.